എനിക്ക് എന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് അറിഞ്ഞവരായിട്ട് ഞാനൊരു സിനിമ ഇനി ചെയ്യുന്നില്ല. ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ്, ആ ആർട്ടിസ്റ്റ് നല്ല കിട്ടിയ എക്സ്പീരിയൻസ്, അദ്ദേഹം ഇത് ഉപയോഗിച്ച് മോശമായ രീതിയിൽ എന്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വേറൊരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ ഒരു ഷോർട്ടിനല്ല ഒരു നമ്മൾ സീൻ പ്രാക്ടീസിങ്ങിന്റെ ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ടു ദ ട്യൂബ്. സോ ഈ ഭയങ്കര എവിഡന്റാണ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്, സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. പിന്നെ പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കാതിരിക്കുക അതിന്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ അനദർ പാർട്ട്. ആൻഡ് സിനിമ സെറ്റിൽ ഉപയോഗിച്ച് അതൊരു നോയ്സെൻസ് ആയി മാറുമ്പോൾ, മറ്റുള്ളവർക്ക് ഒരു നോയ്സെൻസ് ആയി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത്. എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യണമെന്ന് താല്പര്യമില്ല. എനിക്ക് അങ്ങനത്തെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാം, അത്രയും ബോധം ഇല്ലാത്ത ഒരാളുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യം. വിൻസിയെ പറ്റി എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ആദ്യമേ ഉണ്ട് ഈ കോമഡി ഷോയിലൂടെ പങ്കെടുത്ത്, അതിനുശേഷം ഉണ്ട് ഈ സിനിമയിലേക്ക് അഭിനയിച്ച ആൾക്കാർ അറിയുന്ന ഒരാൾ തന്നെയാണ് വിൻസി. അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഒരു പരിപാടി പങ്കെടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു താനുണ്ടെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവരോടൊന്നും അഭിനയിക്കത്തില്ലെന്ന് പറഞ്ഞുള്ള ഒരു കാര്യം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോഴുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത്. താനുണ്ടെങ്കിൽ ഇതേ കണക്ക് അഭിനയിച്ച ഒരു സമയത്തുണ്ടെങ്കിൽ തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ ഭയങ്കര വലിയൊരു നടനാണ്. ആ നടനുണ്ടെങ്കിൽ ഇത് കണക്ക് ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതോടെ തന്നെ അതേ സമയത്ത് തന്നോടുണ്ടെങ്കിൽ മിസ്ബിഹേവും ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്തുണ്ടെങ്കിൽ താനുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ടൊന്നും പ്രതികരിക്കാനൊന്നും പറ്റിയില്ല. അതോടെ തന്നെ താൻ അവിടുന്ന് പോകാൻ വേണ്ടി ശ്രമിച്ചു. ആ സമയത്തുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ ചേർന്നാണ് തന്നെ അവിടെ പിടിച്ചു നിർത്തിയത്. താൻ അവിടുന്ന് പോയി കഴിഞ്ഞാൽ പടത്തിന് നഷ്ടമൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇനി വേറൊരാൾ പെട്ടെന്ന് പറ്റത്തില്ല എന്നൊക്കെ തന്നോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ തൻ്റെ അടുത്തുണ്ടെങ്കിൽ അവിടെ ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഞാനുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ച് നിന്നത്. ഇല്ലെങ്കിൽ തന്നെ അപ്പോഴേ ഇറങ്ങിപ്പോയേനെ. അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ ഈ സ്റ്റാർ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ലഹരി ഉപയോഗിക്കുകയും ബാക്കിയുള്ളവർ എന്തുകൊണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരടുത്ത് എങ്ങനെ പെരുമാറണമെന്ന് അറിയത്തില്ല, സറൗണ്ടിങ്സ് ഉള്ളവരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് അറിയാത്ത ഒരു ഹീറോ എന്നാണ് ഈ വിൻസി ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. സിനിമാ ഫീൽഡിലുണ്ടെങ്കിൽ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ആൾക്കാരത്ത് ഭയങ്കരമായിട്ട് ചോദിക്കുമ്പോഴേ പക്ഷേ അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ചിലർക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞാൽ പോലും റിയാക്ട് ചെയ്യാനും താല്പര്യം കാണത്തില്ല. അതേ സമയത്തുണ്ടെങ്കിൽ ചിലരുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ റിയാക്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കും. പക്ഷെ അങ്ങനെ തയ്യാറായി കഴിഞ്ഞാലുണ്ടെങ്കിൽ അവരുടെ കരിയറിന് ഭയങ്കരമായിട്ട് പ്രശ്നം വരുന്നതായിരിക്കും. പിന്നെ അവർക്കുണ്ടെങ്കിൽ സിനിമയിൽ ചാൻസ് കിട്ടി അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ മാക്സിമം പേരുണ്ടെങ്കിൽ ഇത് പറയാതിരിക്കുകയാണ് ചെയ്യുന്നത്.